പാദ്രെ പിയോയുടെ സ്വന്തം സ്ഥലമായ പിയത്രൽചീനയിൽ വൈദിക പട്ടം സ്വീകരിച്ച് കുറേ നാളുകൾ ആ ദേവാലയത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് തന്നെ പിയത്രൽചീനയിൽ തന്നെ താമസിക്കുകയും പിന്നീട് 1916 സാൻ ജോവാനി റോത്തോണ്ടോയിലേക്ക്, ഇപ്പോൾ വിശുദ്ധൻ്റെ കുഴിമാടം സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രത്തിലാണ് നാം ഇപ്പോൾ. ഇവിടെ 2 പ്രധാന പള്ളികളാണുള്ളത്. ഒന്ന് വരപ്രസാദ മാതാവിൻ്റെ പള്ളി. പിന്നീട് തീർത്ഥാടകരുടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണ്ട് ഒരു വലിയ ദേവാലയം പണിയുകയും വിശുദ്ധനെ അടക്കിയിരുന്ന വരപ്രസാദ ദേവാലയത്തിൽ നിന്നും വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ എല്ലാം ചേർത്ത് ഒരു മെഴുകു പ്രതിമയ്ക്ക് ഉള്ളിലാക്കി മരണപ്പെട്ട് കിടക്കുന്ന രൂപത്തിൻ്റെ സാദൃശ്യത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അഴുകാത്ത വിശുദ്ധൻ്റെ ശരീരമല്ല, ഇത് മെഴുകു പ്രതിമയ്ക്ക് ഉള്ളിൽ തിരുശേഷിപ്പുകൾ വച്ചിട്ടുള്ള ഒരു രൂപമാണിത്. ഇനി വേനൽക്കാലത്ത് വലിയ പള്ളിയിലാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വലിയ പള്ളിയുടെ പ്രത്യേകത മാർബിൾ ചിപ്സുകൾ കൊണ്ട് ഉണ്ടാക്കിയതും അതോടൊപ്പം തന്നെ ഗോൾഡൻ പെയിൻറ് അടിച്ചിട്ടുള്ളതാണ്. ഗോൾഡൻ പെയിൻറ് എന്ന് പറയുമ്പോൾ തനി സ്വർണം പെയിൻറ്റിൽ ചേർത്ത് ഗോൾഡൻ നിറത്തിൽ ആക്കി രൂപപ്പെടുത്തിയിട്ടുള്ള ചിപ്സുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും വീണ്ടും പെയിൻ്റ് അടിക്കേണ്ട ഒരു സാഹചര്യമില്ല. അത് തുടച്ച് കളഞ്ഞ് എന്നും അതേ രൂപത്തിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് അത് പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ പഴയ പള്ളി, ആ പഴയ പള്ളിയിലാണ് വർഷങ്ങളോളം വിശുദ്ധൻ ബലിയർപ്പിച്ചിരുന്ന അൾത്താരയും മറ്റും ഉള്ളത്. 1916 മുതൽ വിശുദ്ധൻ ഇവിടെയുണ്ട്. 1918 മുതൽ പിന്നീട് പഞ്ചശതങ്ങൾ വിശുദ്ധൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. വിശുദ്ധൻ്റെ മരണം വരെ 1968 വരെ ഈ വേദനയും വിശുദ്ധൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുന്ന അനുഭവം, കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് യഥാർത്ഥത്തിലാണോ എന്ന് തെളിയുന്നത് വരെ. പിന്നീട് 1933 ഏകദേശം 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് പിയൂസ് 9 മാർപ്പാപ്പ ഔദ്യോഗികമായി വിശുദ്ധന് പുറത്ത് പൗരോഹിത ധർമ്മങ്ങൾ ചെയ്യുവാനുള്ള അനുവാദം നൽകുന്നത്. വീണ്ടും 1960 ജോൺ 23 മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വീണ്ടും പഠിക്കുകയും ഇങ്ങനെ 1964 മുതൽ വീണ്ടും സർവ അധികാരത്തോടുകൂടെ പുറത്ത് ബലിയർപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ 1968 വിശുദ്ധൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി.